ലോകം മുഴുവൻ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോയ് ആണ് ലബൂബു. ലബൂബുവിനെ പറ്റി നിങ്ങൾക്കറിയാവോ? ലബൂബുവിന്റെ ഫേസ് വലിയ ക്യൂട്ടൊന്നും അല്ല, കുറച്ച് പേടി തോന്നിപ്പിക്കുന്ന ഫേസ് ആണ്. രാക്ഷസ പാവ എന്ന് ഇതിന് പേരുണ്ട്. പക്ഷെ ഇന്ന് മാർക്കറ്റിൽ ഇതിന് ഭയങ്കര ഡിമാൻഡാണ്. കുഞ്ഞു കുട്ടികൾക്ക് മാത്രമല്ല, വലിയ ആൾക്കാരും നീണ്ട ക്യൂ നിന്നൊക്കെയാണ് ഈ ടോയ് വാങ്ങുന്നത്. ആപ്പിളിന്റെ ഒക്കെ പ്രോഡക്ട്സ് വാങ്ങാൻ പോലും ഇതുപോലെ ഒരു ക്യൂ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അത്രമാത്രം ആവേശത്തിലാണ് എല്ലാവരും ഈ ലബൂബു വാങ്ങുന്നത്. പോപ്പ് മാർട്ട് എന്ന ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് ആണിത്. 2018, 2019 ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഇത് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇത്രയും കാലം ഇത് പൊടി പിടിച്ച് കിടപ്പായിരുന്നു. ആരും ഇതിനെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് ഇത് ട്രെൻഡ് ആയത്. കാരണം ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറച്ച് സെലിബ്രിറ്റീസ് ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ലബൂബുവിന്റെ കീ ചെയിൻ ഒക്കെ ബാഗിൽ സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. ഒരു ഫാഷൻ പ്രോഡക്റ്റ് ആയിട്ട് ഇപ്പൊ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പോപ്പ് മാർക്കറ്റിലെ ഈ ലബൂബു വിറ്റഴിക്കപ്പെട്ടത് ഒരു ദിവസം കൊണ്ട് ഏകദേശം 1.5 കോടി രൂപയ്ക്കാണ്. ഈ ലബൂബു നമുക്ക് 6 കളേഴ്സിൽ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് വാങ്ങാൻ കഴിയില്ല. കാരണം ഇതൊരു മിസ്റ്ററി ബോക്സിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. വാങ്ങി അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഏത് കളറാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആരാണ് ഈ ലബൂബു? നിങ്ങൾക്കറിയാവോ? എനിക്കറിയില്ലായിരുന്നു. യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ കുറെ സെർച്ച് ചെയ്തപ്പോഴാണ് ഇതിനെ പറ്റിയുള്ള കുറെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയത്. കാസിംഗിൽ അങ്ങ് എഴുതിയത് മോൺസ്റ്റേഴ്സ് എന്ന ബുക്ക് സീരീസിലെ ഒരു കഥാപാത്രമാണ് ഈ ലബൂബു. ലബൂബുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നല്ല കൂർത്ത 9 പല്ലുകളാണ് അതിനുള്ളത്. രാക്ഷസ പാവ എന്നൊക്കെ ഇതിന് പേരുണ്ടെങ്കിലും ഇത് വലിയ ഉപദ്രവകാരിയൊന്നും അല്ല. ലബൂബുവിനെ ഇഷ്ടമുള്ളവരൊന്ന് കമന്റ് ചെയ്തേക്കണേ. എന്തുകൊണ്ടാണ് ലബൂബുവിന് ഇത്ര ഫാൻസ് എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ലബൂബുവിനെ വാങ്ങിയിട്ടില്ല, ഇനി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുമില്ല. ലബൂബുവിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ഡിയർ.